നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. തോറ്റു തുടങ്ങുന്ന ദൈവത്തിൻ്റെ പോരാളികളെ ഭയക്കണമെന്ന് വെറുതെ അങ്ങ് പറയുന്നതല്ല. അതിപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ KKRന് നന്നായിട്ടങ്ങ് മനസ്സിലായിട്ടുണ്ടാവും. അക്ഷരാർത്ഥത്തിൽ അവരെ തീർത്ത് കളഞ്ഞിരിക്കുകയാണ് വാങ്കഡയിലിട്ട് മുംബൈ ഇന്ത്യൻസ്. എന്തൊരു വിജയമാണ്! 8 വിക്കറ്റിൻ്റെ വിജയം, അതും 43 പന്തുകൾ ശേഷിക്കെയാണ് അവർ ആ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. റിയാൻ റിക്കിൾട്ടൺ തൻ്റെ ആദ്യ IPL അർദ്ധ സെഞ്ചുറി ഇവിടെ നേടിയിരിക്കുന്നു. അതോടൊപ്പം കൊടുങ്കാറ്റിന് കെട്ടഴിച്ചു വിട്ടു സൂര്യകുമാർ യാദവ്. അങ്ങനെ അദ്ദേഹം ഫിനിഷ് ചെയ്തത് അതിമനോഹരമായിട്ടാണ്. ബൗളിങ്ങിൽ ഡെബ്യൂട്ടൻ അശ്വിനി കുമാറിൻ്റെ കിടിലൻ പ്രകടനം. എന്തായാലും മുംബൈ ഇന്ത്യൻസിന് തകർപ്പൻ വിജയം. ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്നത് രോഹിത് ശർമ്മയുടെ ഫോം മാത്രമാണ്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത KKR നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാക്കാൻ പോലും കഴിയാതെ 16.2 ഓവറുകളിൽ ഓൾ ഔട്ടായി 116 റൺസാണ് അവരെടുത്തിരുന്നത്. അവർക്ക് വേണ്ടി ടോപ്പ് സ്കോററായത് രഘുവൻഷിയാണ്. 26 റൺസാണ് അദ്ദേഹം അടിച്ചത്. റിങ്കു സിംഗ് 17 റൺസ് അടിച്ചപ്പോൾ ഇമ്പാക്റ്റ് സബായിട്ട് നേരത്തെ ഇറക്കേണ്ടി വന്നു മനീഷ് പാണ്ഡെയെ. അദ്ദേഹം 19 റൺസ് അടിച്ചു. പിന്നെ അവസാനം രമൺദീപ് സിംഗിൻ്റെ ഒരു ഫിനിഷിങ്, 12 പന്തുകളിൽ നിന്ന് ഒരു ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം 22 റൺസ് അടിച്ചു. ഇതാണ് അവരുടെ പ്രധാന ബാറ്റിംഗ് സംഭാവന എന്ന് പറയുന്നത്. അതിൽ കിടിലൻ ബൗളിംഗ് പ്രകടനമാണ് അശ്വിനി കുമാർ പുറത്തെടുത്തത്. 3 ഓവറുകളിൽ 24 റൺസ് അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തി. അതുപോലെ ട്രെൻറ്റ് ബോൾട്ട് 4 ഓവറിൽ 23 റൺസിന് 1 വിക്കറ്റ്, ദീപക് ചാഹർ 2 ഓവറിൽ 19 റൺസിന് 2 വിക്കറ്റ്, ഹാർദിക് പാണ്ഡ്യ 2 ഓവറിൽ 10 റൺസിന് 1 വിക്കറ്റ്, വിഘ്നേഷ് പുത്തൂർ 2 ഓവറിൽ 21 റൺസിന് 1 വിക്കറ്റ്, സാൻഡർ 3.2 ഓവറുകളിൽ 17 റൺസിന് 1 വിക്കറ്റ്. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് KKRനെ തീർത്ത് കളഞ്ഞത് എന്ന് പറയാം. മറുപടി ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മ തുടക്കത്തിൽ മടങ്ങി. 12 പന്തിൽ നിന്ന് 13 റൺസാണ് അദ്ദേഹം എടുത്തത്. ഒരു സിക്സറായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. പക്ഷേ അദ്ദേഹം പോകുമ്പോഴേക്കും അവരുടെ സ്കോർ ബോർഡിൽ 44 റൺസ് എത്തിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള 46 റൺസ് എത്തിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിന് കാരണം റിയാൻ റിക്കിൾട്ടൺ ക്ലിക്കായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം തുടക്കത്തിലൊന്ന് സ്ട്രഗിൾ ചെയ്തു. അതിനുശേഷം മികച്ച രൂപത്തിൽ അദ്ദേഹം കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റി. 41 പന്തിൽ നിന്ന് 4 ഫോറും 5 സിക്സറും അടക്കം 62 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു. വിൽ ജാക്സ് 16 റൺസുമായിട്ട് മടങ്ങി. പിന്നെ വെടിക്കെട്ട് 9 പന്തുകളിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം 27 റൺസിൻ്റെ തകർപ്പൻ ഫിനിഷിംഗ് അങ്ങ് നടത്തി സൂര്യകുമാർ യാദവ്. 12.5 ഓവറുകളാകുമ്പോഴേക്കും കളിയങ്ങ് ജയിച്ചു. മുംബൈ ഇന്ത്യൻസ് ഇതാ ആദ്യ 2 കളികളിലും പരാജയത്തിന് ശേഷം തകർപ്പൻ വിജയത്തോടുകൂടി അതിശക്തമായിട്ട് തിരികെ എത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.